അരികത്തു വന്നെന്നെ മാറോടണയ്ക്കുന്ന കരുണാർദ്ര സ്നേഹമേ ദൈവം. ചെയിൻ മിനിസ്ട്രി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് ഗോസ്പലിൽ സംഭവിക്കുന്നത്. അതായത് സ്നാപയോഹന്നാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാണെന്ന് യേശു പറഞ്ഞു. ഉടനെ വിഡ്രോ ചെയ്തത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. പുലി പതുങ്ങുന്നത് പായാനാണെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. യേശു വിഡ്രോ ചെയ്ത് ഒളിച്ചിരിക്കാനല്ല, ഗലീലിലേക്കാണ്. അത്രയും കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിടന്നത് സ്നാപയോഹന്നാനാണ്. യേശു പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ എപ്പോഴാണോ സ്നാപയോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, എപ്പോഴാണോ സ്നാപയോഹന്നാൻ സീനിൽ നിന്ന് പുറത്തായി എന്നറിയുന്നത്, യേശു ഫ്രണ്ടിൽ വരികയാണ്. എന്നിട്ട് യേശു സംസാരിച്ചു തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നില്ലേ? അതായത് ഈ വാക്ക് ആദ്യം പറഞ്ഞ ആരാണ്? സ്നാപയോഹന്നാനാണ്. ഇപ്പോൾ അത് യേശു ടേക്കപ്പ് ചെയ്തു. അതായത് മിനിസ്ട്രി അങ്ങനെയാണ്. മിനിസ്ട്രി ദൈവത്തിൻ്റെ സ്വപ്നം ഇങ്ങനെ കൈമാറുന്നതാണ്. ഒരു റിലേ മത്സരത്തിൽ പരസ്പരം ബാറ്റൺ കൈമാറി ഓടാറില്ലേ? ഇത് അതേ കണക്കാണ് രക്ഷാകര ചരിത്രം. ഓരോരുത്തരും കൈമാറി ആ ബാറ്റൺ കൊണ്ട് കൈമാറുന്നതാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ബ്യൂട്ടി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര മനോഹരമായിട്ടാണ് സ്നാപയോഹന്നാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതിലും എത്ര മനോഹരമായിട്ടാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. രണ്ടുപേരും തുടങ്ങിയത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതേ വാക്കാണ് നമ്മളും പറയാനുള്ളത്. ഇത് തന്നെയാണ് നമ്മളും ചെയ്ത് കാണിക്കാനുള്ളത്. കൈമാറി ആ ബാറ്റണി ആരുടെ കയ്യിലാണെന്നറിയോ? നമ്മുടെ കയ്യിലാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞത്, യേശു പറഞ്ഞത് നമ്മളും പറയുന്നുണ്ടോ? അതാണ് ചോദ്യം. ആ ബാറ്റൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളത് അടുത്ത ആൾ കൈമാറാൻ കഴിയുന്ന വിധത്തിൽ അത് ഉച്ചത്തിൽ പറഞ്ഞു തീർക്കുന്നുണ്ടോ? നമ്മൾ എത്ര പേരാണ് ദൈവരാജ്യത്തെക്കുറിച്ച് അവെയറായിരിക്കുന്നത്? എത്ര പേരോടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായി സ്നാപയോഹന്നാനും യേശുവും തമ്മിൽ കൈമാറിയ ആ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളും പറയണം. അത് പറയാത്തതാണ് ഏറ്റവും വലിയ പാപമെന്ന് തോന്നുന്നു. നമ്മുടെ വായിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ വാക്കുകൾ വരാത്തെന്താണ്? നമ്മുടെ വായിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ വാക്കുകൾ വരാത്തെന്താണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ നീ മഹാസ്നേഹം, അതിൽ ഞാനലിയുന്ന ഭാവം. ദൈവമേ നീ മഹാസ്നേഹം, അതിൽ ഞാനലിയുന്ന ഭാവം. നിൻ മനോവ്യാപാരമെൻ ഹൃത്തിൽ ആയിടുവാൻ എന്നെന്നും എന്നുള്ളിൽ ചൊരിയണമേ വൻ കൃപകൾ. നിൻ മനോവ്യാപാരമെൻ ഹൃത്തിൽ ആയിടുവാൻ എന്നെന്നും എന്നുള്ളിൽ ചൊരിയണമേ വൻ കൃപകൾ. ദൈവമേ നീ മഹാസ്നേഹം, അതിൽ ഞാനലിയുന്ന ഭാവം. ദൈവമേ നീ മഹാസ്നേഹം. അകലത്തു നിന്നെന്നെ മാടി വിളിക്കുന്ന സ്വർഗീയ രൂപമല്ലീ ദൈവം. അരികത്തു വന്നെന്നെ മാറോടണയ്ക്കുന്ന കരുണാർദ്ര സ്നേഹമീ ദൈവം. അകലത്തു നിന്നെന്നെ മാടി വിളിക്കുന്ന സ്വർഗീയ രൂപമല്ലീ ദൈവം. അരികത്തു വന്നെന്നെ മാറോടണയ്ക്കുന്ന കരുണാർദ്ര സ്നേഹമീ ദൈവം. ദൈവമേ നീ മഹാസ്നേഹം, അതിൽ ഞാനലിയുന്ന ഭാവം. ദൈവമേ നീ മഹാസ്നേഹം.
തൃക്കൈ കൊണ്ടെൻ്റെ കവിളിൽ തലോടുന്ന ദൈവം, ആശ്വാസവചനങ്ങൾ കാതിൽ ചൊല്ലിടും ആത്മീക വചനമാം ദൈവം. കണ്ണുനീർ തൂകുമ്പോൾ തൃക്കൈ കൊണ്ടെൻ്റെ കവിളിൽ തലോടുന്ന ദൈവം, ആശ്വാസവചനങ്ങൾ കാതിൽ ചൊല്ലിടും ആത്മീക വചനമാം ദൈവം. ദൈവമേ നീ മഹാസ്നേഹം, അതിൽ ഞാനലിയുന്ന ഭാവം. ദൈവമേ നീ മഹാസ്നേഹം, അതിൽ ഞാനലിയുന്ന ഭാവം. നിൻ മനോവ്യാപാരമെൻ ഹൃത്തിൽ ആയിടുവാൻ എന്നെന്നും എന്നുള്ളിൽ ചൊരിയണമേ വൻ കൃപകൾ. നിൻ മനോവ്യാപാരമെൻ ഹൃത്തിൽ ആയിടുവാൻ എന്നെന്നും എന്നുള്ളിൽ ചൊരിയണമേ വൻ കൃപകൾ. ദൈവമേ നീ മഹാസ്നേഹം.